ഇൻഡുശ്രീ ടീച്ചർ അല്ലേ? ഇൻഡുശ്രീ നമുക്കൊപ്പം ഉണ്ട്. ഇൻഡുശ്രീ ഒരു കവിത നമുക്ക് വേണ്ടിയിട്ട് ആലപിക്കും അല്ലേ? ഇൻഡുശ്രീ ആലപിക്കുന്ന കവിതയിൽ ലഹരി വിരുദ്ധമായിട്ടുള്ള സന്ദേശമുണ്ട്. എന്ത് ചെയ്യുന്നു ഇൻഡുശ്രീ? സ്കൂളിലെ ടീച്ചറാണ്. എവിടെ? ഏത് സ്കൂൾ? എരവിമംഗലം UP സ്കൂള്. ടീച്ചറാണോ ഹെഡ് മിസ്സസ് ആണോ? അല്ലല്ല, ടീച്ചറാണ്. UP സ്കൂളാണ്. UP സ്കൂളാണ്. 1 മുതൽ 7 വരെ. എങ്ങനെയുണ്ട് കുട്ടന്മാർ? കുറുമ്പികളൊക്കെ ആണോ? എല്ലാം ഉണ്ട്. രസമാണ്. സർക്കാർ സ്കൂളാണോ? അല്ല, എയ്ഡഡ് സ്കൂൾ. എയ്ഡഡ് സ്കൂളാണ്. ഇവിടെ അടുത്ത് തന്നെയാണോ? അതെ അതെ, ഇവിടെ 2 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ. വെക്കേഷൻ എന്തെങ്കിലും സ്കൂളിൽ പരിപാടി ഉണ്ടോ അതോ ഫ്രീ ആണോ ടീച്ചർ? ഇപ്പൊ ഇനി ഉണ്ടാവും. എനിക്കൊന്ന് വെക്കേഷൻ 10ാം ക്ലാസ്സിലെ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെയും കോളേജിലേക്ക് അധ്യാപകരെക്കാൾ കുറച്ചുകൂടി സമയം നിങ്ങൾക്ക് കിട്ടും അല്ലേ? സമയം കിട്ടുമെന്ന് പറയാം. പിള്ളേരെ പിടിക്കാൻ പോണ്ടി വരുമോ ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ? അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ലെ, ഇപ്പൊ തുടങ്ങിയിട്ടൊന്നുമില്ല. നമ്മള് കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം. കുട്ടികൾ വരുന്നുണ്ടല്ലോ അല്ലേ? സ്കൂളുകളിൽ കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇനിയും ഭാവിയുള്ള ടെൻഷൻ ഉണ്ടോ ഈ സമയത്ത്? ഭാവിയെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കവിത കൂടി കേട്ടിട്ട് നമുക്ക് റോഷിബാലിലേക്ക് വരാം. അപ്പോൾ ഇൻഡുശ്രീ ടീച്ചർ UP സ്കൂളിലെ അധ്യാപികയാണ്. ആനമങ്ങാട് ശ്രീ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രം മതസൗഹാർദ്ദത്തിൻ്റെ, കാർഷിക സമൃദ്ധിയുടെ, ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ വാർത്താപ്രഭാതം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻഡുശ്രീ ടീച്ചറിൻ്റെ ഒരു കവിത കൂടി. ലഹരിയും വേണ്ട, ലഹളയും വേണ്ട, റിപ്പോർട്ട് ഓഫ് വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിൻ തുടരുന്നു. ടീച്ചറെ തുടങ്ങാം. അതെ, ഈ ലഹരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിന്, ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനിൽ നമ്മളൊരു കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു. FBയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 4-5 വർഷം മുമ്പേണത്. അപ്പോൾ ആ കവിതയ്ക്ക് വീണ്ടും ഒരു ജീവൻ കിട്ടുക എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ടർ ചാനലിലൂടെ നമ്മുടെ കവിത വരുമ്പോൾ ഒരുപാട് സന്തോഷം. ടീച്ചറിന്റെ വരികളാണോ? അതെ, ഞാൻ സ്വന്തമായിട്ട് എഴുതി, സ്വന്തമായിട്ട് ഈണം നൽകി, സ്വന്തമായി ശബ്ദം നൽകുന്നു. 4 വർഷം മുന്നേ എഴുതിയതായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവർ ഒന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ വരികൾ മാത്രം മാറ്റിയിട്ട് ഇപ്പോൾ ഒന്നും കൂടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിൽ റിപ്പോർട്ടർ ചാനലിനോട് പ്രത്യേകം നന്ദി പറയുന്നു. സന്തോഷം. ലഹരി വിമുക്ത ഗീതം. നിൽക്കുക കൂട്ടുകാരാ, നിന്നെ കുരുക്കും വഴികളെ കണ്ടറിഞ്ഞിടുക. നിൽക്കുക കൂട്ടുകാരാ, നിന്നെ കുരുക്കും വഴികളെ കണ്ടറിഞ്ഞിടുക. വിങ്ങും മനസ്സിൻ്റെ വിഷലിപ്ത ലോകത്തിൽ നിന്നു നീ മോചനം നേടിടേണം. നരകം വിതറുന്ന കാളിന്തിയിൽ നിന്നും കയറുക കൂട്ടുകാരാ, സൂര്യനായി ഉയരുക കൂട്ടുകാരാ. ഒരു പിടിച്ചോപ്പ് തീയാലെരിക്കുമ്പോൾ ഒരു ചിത നീ സ്വയം തീർത്തിടുന്നു. ഒരു ബീഡിച്ചോപ്പ് തീയാലെരിക്കുമ്പോൾ ഒരു ചിത നീ സ്വയം തീർത്തിടുന്നു. ഓരോ തരി വിഷം നാവിൽ ഉറയുമ്പോൾ ജീവിത താളം നിലച്ചിടുന്നു. കൂട്ടുകാരാ, നമ്മൾ പുതിയൊരു പുലരിക്കായി ഒരുമയായി ഒന്നിച്ചു കൈകോർത്തിടാം. ഒരുമയായി ഒന്നിച്ചു കൈകോർത്തിടാം. അമ്മയും പെങ്ങളും പ്രേയസിയും എല്ലാം ഉന്മതൻ ജൈവബോധങ്ങൾ. അമ്മയും പെങ്ങളും പ്രേയസിയും എല്ലാം ഉന്മതൻ ജൈവബോധങ്ങൾ. സ്വച്ഛമാം വാഴ്വിനു വേണ്ടി നമ്മൾ സ്വയം പച്ചിലത്തണലായി മാറൂ. സ്വച്ഛമാം വാഴ്വിനു വേണ്ടി നമ്മൾ സ്വയം പച്ചിലത്തണലായി മാറൂ. പൂവും കനികളും പുസ്തകശാലയും നീട്ടുന്ന പുതുമയാം ലഹരി. പൂവും കനികളും പുസ്തകശാലയും നീട്ടുന്ന പുതുമയാം ലഹരി. പച്ചിലകൾ പാടുന്ന സ്വച്ഛമാം വാഴ്വിൻ്റെ ശുദ്ധ സംഗീതമായി മാറാൻ വീണ്ടും ഉണരുക കൂട്ടുകാരാ. വീണ്ടും ഉണരുക കൂട്ടുകാരാ, സൂര്യനായി ഉയരുക കൂട്ടുകാരാ. ഗംഭീരം അല്ലേ? അപ്പോൾ പച്ചപ്പ്, എന്താണ് കിളികള്, ഒപ്പം നമ്മുടെ സമൂഹത്തിന് ചുറ്റും നിൽക്കുന്ന കാഴ്ചകൾ, ഇതിലൊക്കെയാണ് ലഹരി വേണ്ടത്. വായനശാലകൾ, പുസ്തകങ്ങളും അല്ലേ, പൂക്കളും വായനശാലകളുമാകണം ലഹരി എന്നുള്ളതാണ്. താങ്ക് യു ടീച്ചർ, ഗംഭീരമായി. അപ്പോൾ ടീച്ചർ ഇതേപോലെ കവിതയൊക്കെ ചൊല്ലിയാണോ കുട്ടികളെ പഠിപ്പിക്കാൻ? അപ്പോൾ കുട്ടികളുടെ ഒരു ഭാഗ്യം. താങ്ക് യു ടീച്ചർ, താങ്ക് യു.